യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അമ്മ എന്താ മധു? ഇനി അതുമെല്ലാം സംഭവിക്കോ? എന്ത്? അർജുൻ ഇവിടുന്ന് മാറി നിൽക്കാന്ന് പറയുന്നതേ ഹണിമൂൺ ട്രിപ്പിന് വേണ്ടിയായിരിക്കോ? അമ്മേ, നമ്മുടെ കുഞ്ഞിവിടെ ഇങ്ങനെ കഴിയുമ്പോ അവരെ അങ്ങനെ സന്തോഷിപ്പിക്കാൻ വിടാൻ പാടില്ല. അമ്മ എങ്ങനെയെങ്കിലും അതൊന്ന് പൊളിക്കണം. നമ്മൾ പോണ്ടെന്ന് പറഞ്ഞ അവരെങ്ങാനും അനുസരിക്കുവോ? അതൊക്കെ അമ്മ വിചാരിച്ച നടക്കും. എന്തെങ്കിലും തടസ്സം പറഞ്ഞ് അവരെ ഇവിടെ തന്നെ നിർത്തണം. ഇതേ ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. അജുവേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അത് പറഞ്ഞത് സത്യമാണോ? എന്ത്? താഴെ വെച്ച് നമ്മൾ ടൂറിന് പോവാന്ന് പറഞ്ഞത്. എന്തേ? അജുവേട്ടൻ വേണമെങ്കിൽ പൊയ്ക്കോ, ഞാനില്ല. അതെന്താടോ, താനില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങോട്ട് പോവാനാ? അജുവേട്ടൻ എങ്ങനെയാ അത് ആലോചിക്കാൻ പോലും തോന്നിയേ? ദേ, ചിരിക്കാൻ ഞാൻ തമാശയായിട്ടല്ല പറഞ്ഞേ, കാര്യായിട്ടാ. തനിക്കിപ്പോ എന്താ വേണ്ടേ? എന്റെ കൂടെ ടൂർ വരാൻ തനിക്ക് താല്പര്യമില്ല, അത്രയല്ലേ ഉള്ളൂ. താല്പര്യം ഇല്ലഞ്ഞിട്ടല്ല അജുവേട്ടാ. അതെനിക്കറിയാലോ, അതുകൊണ്ടല്ലേ നമ്മൾ ടൂർ പോകുന്നു പറഞ്ഞത്. അരുണിമാമ ഇങ്ങനെ ജയിലിൽ കിടക്കുമ്പോ നമ്മൾ ടൂറിന് പോകുന്നത് ശരിയാണോ അജുവേട്ടാ? ഓഹോ, അത് ശരിയാണല്ലോ. അപ്പൊ പിന്നെന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ജയിലിൽ പോയി ആന്റിയുടെ സമ്മതം വാങ്ങിട്ട് പോയാലോ? ഒരു കുത്തു വെച്ചേരട്ടോ. ആദ്യം അമ്മയെ പുറത്തിറക്കാൻ നോക്ക്, എന്നിട്ട് അവൻ ടൂറൊക്കെ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. അജുവേട്ടാ, ഞാൻ കളിയായിട്ടല്ല പറയുന്നേ. മനസ്സിലായടോ, ഞാനപ്പ അച്ഛമ്മ ഒന്ന് പിരികേറ്റാൻ വേണ്ടി പറഞ്ഞതല്ലേ, അല്ലാതെ നമ്മള് ടൂർ ഒന്നും പോകുന്നില്ല. അരുണിമാന്റിയെ പുറത്തിറക്കുന്നതാണ് തന്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ? അപ്പൊ പിന്നെ അതല്ലേ ഞാൻ ആദ്യം ചെയ്യുള്ളൂ. അത് ശരി, അപ്പൊ എന്നെ കളിപ്പിക്കായിരുന്നല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതെല്ലാവരും കേൾക്കണം, അതനുസരിച്ച് പെരുമാറുകയും വേണം. നീ കൂടെ വാനന്തേ. എന്താ അമ്മ മണിയടിയും വിളംബരവും ഒക്കെ? ഈ വീട്ടില് എന്തോ പുതിയ പെരുമാറ്റച്ചട്ടം കൊണ്ടുവരാൻ പോവാ അച്ഛമ്മ. പരസ്പരം മിണ്ടാൻ പാടില്ല, ഉറക്കെ ചിരിക്കാൻ പാടില്ല, 3 നേരം മിണ്ടാൻ പാടില്ല, അങ്ങനെ വല്ലതും ആണോ? നീ ഒന്നും മിണ്ടാതിരിക്ക അർജുൻ, അമ്മ പറയട്ടെ. അച്ഛമ്മ പറയാൻ പോകുന്ന എന്താന്നൊക്കെ എനിക്കറിയാം അച്ഛൻ, പക്ഷേ അത് അച്ഛമ്മ തന്നെ പറയട്ടെ. പറ അച്ഛമ്മ. എല്ലാം പരിഹാസത്തോടെ എടുക്കുന്നവരോടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അനുമോളുടെ കാര്യത്തിൽ എനിക്ക് ചില നിശ്ചയങ്ങളുണ്ട്. മരുന്നും ചികിത്സയും കൊണ്ട് മാത്രം ഒരു പ്രശ്നവും തീരില്ല. ദൈവങ്ങൾ പ്രസാദിക്കേണ്ടത് ദൈവങ്ങൾ തന്നെ ചെയ്യണം.
അരുണിമ ജയിലിൽ നിന്ന് വരുമ്പം ഇങ്ങനെ ഒരു അനുക്കുട്ടിയെ മുന്നിൽ നിർത്തി കൊടുക്കാൻ എനിക്ക് പറ്റില്ല. അതിനിപ്പോ എന്ത് വേണമെന്ന് അച്ഛമ്മ പറയുന്നേ? പറയുമ്പോ തോക്കി കയറി വെടിവെക്കല്ലേ അർജുൻ. ഓ, ഈ വീട്ടിൽ വരുന്ന മാസം ഏകാദശിയുടെ അന്ന് ഒരു വലിയ പൂജ ഞാൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ പൂജയുടെ ഭാഗമായി എല്ലാവരും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം. കേട്ടോ അച്ഛ, ഇതാണ് ഞാൻ അച്ഛമ്മ പറയാൻ പോകുന്ന കാര്യം എനിക്കറിയാമെന്ന് പറഞ്ഞത്. ആ പൂജ കഴിയുന്നത് വരെ ആരും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകരുത്, അല്ല അച്ഛമ്മ? ഇതെങ്ങനെ ഇവന് മനസ്സിലായി? ഇനി പറയുന്ന വല്ലതും ഒളിഞ്ഞു ഒന്ന് കേട്ടു കാണോ? അതാൻഡി, നിങ്ങള് പൂജ പ്ലാൻ ചെയ്തൊന്നും ഞാൻ കേട്ടില്ല കേട്ടോ. എന്താ അർജുൻ, നിനക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? ഇല്ല, അച്ഛമ്മ പറഞ്ഞു. അച്ഛമ്മ ഈ പൂജ പ്ലാൻ ചെയ്യുന്നതിന് എന്തിനാണെന്നറിയോ? നമ്മുടെ യാത്ര മുടക്കാൻ. നമ്മൾ പോകുന്നില്ല എന്നുള്ള വിവരം അറിഞ്ഞാലേ ഈ പൂജ മന്ത്രം അതൊക്കെ അപ്പ തീരും. എന്താ അർജുൻ, നിനക്ക് അവക്കും കൂടി ഇത് മുടക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ല അച്ഛമ്മ. അത് നടന്നു കാണണമെന്ന് ഞങ്ങള് പറയും. അത് ശുദ്ധാശുദ്ധങ്ങൾ പാലിച്ചുകൊണ്ട് വേണം ഈ വീട്ടിൽ എല്ലാവരും ജീവിക്കാൻ. മത്സ്യമാംസാദികൾ പൂർണ്ണമായും വർജിക്കണം. നമ്മൾ പ്ലാൻ ചെയ്ത യാത്രയ്ക്ക് പാര വയ്ക്കാൻ കഷ്ടപ്പെടുന്നത് കണ്ടോ പൂജ? മാധുരി, എന്താമ്മേ? പൂജ കഴിയുന്നത് വരെ അർജുനും പൂജയും ഈ വീട് വിട്ട് അന്യദേശത്തേക്ക് പോകാൻ പാടില്ല. നേരത്തെ പറഞ്ഞില്ലേ, എങ്ങോട്ടോ ടൂറോ ഹണിമൂണോ? അതൊക്കെ ഇനി കുറച്ചു കാലം കഴിഞ്ഞിട്ട് മതി. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? നീ എന്തുവാണ് അവിടെ ഒന്ന് കുശുകുശുക്കുന്നേ? അയ്യോ, എന്റെ ഭാര്യയോട് എനിക്ക് സംസാരിക്കാൻ പാടില്ല അച്ഛമ്മേ. അമ്മേ, അത് അവരെന്തായാലും യാത്ര പ്ലാൻ ചെയ്തതല്ലേ അമ്മേ. പൂജ നമുക്ക് അടുത്ത ഏകാദശിക്കല്ലേ വേണ്ടേ? അതിനു മുമ്പ് അവര് പോയിട്ട് വരുമല്ലോ. അതെ അമ്മേ, അവര് പോയി വേഗം തിരിച്ചു വന്നോളും. മാധുരി, ഒരു വീട്ടിലെ എല്ലാവരും വ്രതാനുഷ്ഠാനങ്ങളുടെ ചെയ്യേണ്ട പൂജയായത്. അത് ചെയ്തേ മതിയാവും. ആയിക്കോട്ടെ അച്ഛമ്മേ. അച്ഛമ്മ എന്തായാലും പൂജ പ്ലാൻ ചെയ്തോ. ഞാനും എന്റെ ഭാര്യയും ഇവിടെ തന്നെ കാണും. ദേ, അരുൺമാൻഡ് വരുമ്പോഴേക്കും ഇവിടെ വാ തുറക്കേണ്ടതേ എന്റെയും കൂടെ ആവശ്യമാണല്ലോ. അച്ഛമ്മേ, ഞങ്ങളുടെ യാത്ര മുടക്കാനാണ് അച്ഛമ്മ ഇത്രയും കഷ്ടപ്പെട്ട ഒരു വിദ്യ കണ്ടുപിടിച്ചെങ്കിൽ അത് വെറുതെ ആയിപ്പോയി. അമ്മ വരാതെ ഒരു യാത്രയും വേണ്ടെന്ന് ഞങ്ങള് ഇന്നലെ രാത്രി തന്നെ തീരുമാനം എടുത്തിരുന്നതാ.